ഇനിയാണ് നമ്മൾ ഇൻസ്ട്രക്ഷന്റെ 3 ഫീൽഡ്സിൽ ഒന്നായ അഡ്രസ് ഫീൽഡിന്റെ 4 ക്ലാസിഫിക്കേഷൻസ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഓപ്പ് കോഡ്, മോഡ്, അഡ്രസ് എന്ന് പറയുന്നതായിരുന്നു ഇൻസ്ട്രക്ഷനകത്തെ 3 ഫീൽഡുകൾ. അതിനകത്ത് അഡ്രസ് എന്ന് പറയുന്ന ഫീൽഡിനകത്ത് വരുന്ന 4 കേസുകളാണ് ഈ പറയുന്നത്. 3 അഡ്രസ്, 2 അഡ്രസ്, 1 അഡ്രസ്, 0 അഡ്രസ്. അപ്പൊ ആദ്യമേ നോക്കാം 3 അഡ്രസ് എന്താണെന്നുള്ള കാര്യം. Computers with 3 address instruction formats can use each address field to specify either a processor register or a memory operand. അതായത് മെയിൻ ആയിട്ടും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 3 അഡ്രസ് ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻസിനകത്ത് 3 അഡ്രസ്സുകളായിരിക്കും ഉണ്ടാകുന്നത്. ആ അഡ്രസ്സുകൾ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പ്രൊസസർ രജിസ്റ്ററിന്റെ ആകാം, അല്ലെങ്കിൽ ഓപ്പറാൻസിന്റെ ആകാം. എന്തായാലും 3 അഡ്രസ്സുകൾ സ്പെസിഫൈ ചെയ്യണം. 3 പ്രൊസസർ രജിസ്റ്റർ ആകാം, 3 ഓപ്പറാൻസ് ആകാം, അല്ലെങ്കിൽ പ്രൊസസർ രജിസ്റ്ററിന്റെയോ ഓപ്പറാൻസിന്റെയും കൂടെ കോമ്പിനേഷനും ആകാം. ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി എന്ന് പറയുന്ന എക്സ്പ്രഷനെ എങ്ങനെയാണ് 3 അഡ്രസ് വെച്ച് റെപ്രസെന്റ് ചെയ്യുക അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കുക, ആദ്യമേ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ആഡ് R1, A, B. രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ആഡ് R2, C, D. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ആണ് X, R1, R2. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കാം. ആദ്യത്തെ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കിയേ. A എന്ന് പറയുന്ന ഓപ്പറാൻഡിന്റെയും B എന്ന് പറയുന്ന ഓപ്പറാൻഡിന്റെയും മെമ്മറി ലൊക്കേഷനിൽ കിടക്കുന്ന കണ്ടന്റ് എന്താണോ ആ കണ്ടന്റുകൾ തമ്മിൽ ആഡ് ചെയ്ത് R1 എന്ന് പറയുന്ന പ്രൊസസർ രജിസ്റ്ററിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. രണ്ടാമത്തെ കോഡ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ C എന്നും D എന്നും പറയുന്ന ഓപ്പറാൻസിന്റെ മെമ്മറി ലൊക്കേഷനിൽ കിടക്കുന്ന കണ്ടന്റിനെ ആഡ് ചെയ്ത് R2 എന്ന് പറയുന്ന പ്രൊസസർ രജിസ്റ്ററിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഓപ്പറേഷൻ എന്താന്ന് നോക്കുക, മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതുകൊണ്ട് R1, R2 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ ആൻസർ അല്ലെങ്കിൽ റിസൾട്ടിനെ എക്സ് എന്ന് പറയുന്ന അഡ്രസ് എവിടെയാണോ ആ അഡ്രസ്സിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഓപ്പറേഷൻ എന്താണ്, പ്രൊസസർ രജിസ്റ്റർ ഏതാണ്, ഓപ്പറാൻസ് ഏതാണ് എന്നൊക്കെ നോക്കിയിട്ടാണ് ഓരോ ഇൻസ്ട്രക്ഷനും വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ആണ് നമ്മൾ റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള മെമ്മറി ലൊക്കേഷനെ കാണിക്കുന്നത്. അതുപോലെ R1, R2 എന്ന് പറയുന്ന ലെറ്റേഴ്സ് ആണ് നമ്മൾ പ്രൊസസർ രജിസ്റ്റേഴ്സിനെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ABCD എന്ന് പറയുന്നതാണ് നമ്മൾ ഓപ്പറാൻസിനെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി അടുത്തത് 2 address instructions. 2 address instructions are the most common in commercial computers. Here again each address field can specify either a processor register or a memory word. അപ്പൊ ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത്? 2 അഡ്രസ് ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ ആ ഒരു അഡ്രസ്സിനകത്ത് എത്ര അഡ്രസ്സുകൾ വരും? 2 അഡ്രസ്സുകൾ വരും. ഒന്നെങ്കിൽ ഏതെങ്കിലും പ്രൊസസർ രജിസ്റ്ററിന്റെ ആകാം, അല്ലെങ്കിൽ ഓപ്പറാൻഡിന്റെ ആകാം. അപ്പൊ അതാണ് തന്നിരിക്കുന്നത് നോക്കുക. ഇവിടെയും നമുക്ക് മുകളിൽ തന്നിരിക്കുന്ന അതേ എക്സ്പ്രഷൻ തന്നെയാണ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ എക്സ്പ്രഷനെ എങ്ങനെയാണ് 2 അഡ്രസ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ തന്നിരിക്കുന്നത്. അപ്പൊ കോഡ് നോക്കുക. മൂവ് R1, A, add R1, B, move R2, C, add R2, D, multiplication R1, R2, move X, R1. അപ്പൊ ആദ്യമേ സംഭവിക്കുന്ന എന്താണ്? ഈ എക്സ്പ്രഷനകത്ത് എക്സിക്യൂട്ട് ചെയ്യുക. അതായത് എയും ബിയും തമ്മിൽ ആഡ് ചെയ്യുക, സിയും ഡിയും തമ്മിൽ ആഡ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണം? രണ്ടിന്റെ റിസൾട്ട് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ അതാണ് നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ആദ്യമേ സംഭവിക്കുന്നത് എന്താണ്? എ എന്ന് പറയുന്ന ലൊക്കേഷനകത്ത് കിടക്കുന്ന കണ്ടന്റ് എന്താണോ അതിനെ R1 എന്ന് പറയുന്ന രജിസ്റ്ററിലോട്ട് നമ്മൾ മൂവ് ചെയ്യിക്കുന്നു. രണ്ടാമതെന്ന് പറഞ്ഞാലോ ബി എന്ന് പറയുന്ന ലൊക്കേഷനിൽ കിടക്കുന്ന കണ്ടന്റ് എന്താണോ അതിനെ നമ്മൾ R1ലോട്ട് മൂവ് ചെയ്യിക്കുകയല്ല, ആഡ് ചെയ്യുന്നു. അതായത് R1നകത്ത് ഇപ്പൊ എന്തുണ്ട്? എ എന്ന് പറയുന്ന ലൊക്കേഷനകത്തെ കണ്ടന്റ് ഉണ്ട്, അത് R1ലുണ്ട്. ആ R1ന്റെ കൂടെ നമ്മൾ ബി എന്ന് പറയുന്ന ലൊക്കേഷനിലെ കണ്ടന്റും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പൊ R1ഉം ബിയും കൂടെ ആഡ് ചെയ്തു. അടുത്ത സെക്ഷനകത്ത് എന്താ ചെയ്തിരിക്കുന്നത് നോക്കിയേ. മൂവ് R2, C. അതായത്
സി എന്ന് പറയുന്ന ലൊക്കേഷനകത്തുള്ള കണ്ടന്റ് എന്താണോ അതിനെ R2 എന്ന് പറയുന്ന രജിസ്റ്ററിലോട്ട് നമ്മൾ മൂവ് ചെയ്യിച്ചു. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് R2നകത്ത് എന്തുണ്ട്? സി എന്ന് പറയുന്ന ലൊക്കേഷനകത്തുള്ള വാല്യൂ R2നകത്തുണ്ട്. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡി എന്ന് പറയുന്ന ഇത് ആഡ് R2, D എന്ന് തന്നിരിക്കുന്നത്. അപ്പം എന്താ തന്നിരിക്കുന്നത്? ഡി എന്ന് പറയുന്ന ലൊക്കേഷനകത്തുള്ള കണ്ടന്റ് എന്താണോ ആ കണ്ടന്റിന് നമ്മൾ R2 എന്ന് പറയുന്ന രജിസ്റ്ററിനകത്തുള്ള കണ്ടന്റുമായിട്ട് ആഡ് ചെയ്യുന്നു. അപ്പൊ R2നകത്ത് ഇപ്പൊ ആരാണുള്ളത്? സി എന്ന് പറയുന്ന സി എന്ന് പറയുന്ന ലൊക്കേഷനകത്തെ കണ്ടന്റ് ആണ് R2നകത്തുള്ളത്. അപ്പൊ അവ തമ്മിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് എവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നു? R2 എന്ന് പറയുന്ന രജിസ്റ്ററിനകത്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞാല് മൾ R1, R2 ആണ്. അതായത് R1ന്റെ കണ്ടന്റും R2വിന്റെ കണ്ടന്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് എയും ബിയും തമ്മിൽ ആഡ് ചെയ്തതും സിയും ഡിയും തമ്മിൽ ആഡ് ചെയ്തതുമാണ് ഇപ്പോൾ R1നകത്തും R2നകത്തും ഉള്ളത്. അപ്പൊ അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്ത റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യുന്നു? R1നകത്ത് സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ ഫൈനൽ ആയിട്ടുള്ള റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും എക്സ് എന്ന് പറയുന്ന ഒരു ലൊക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഫൈനലായിട്ട് നമുക്ക് കിട്ടിയ R1 എന്ന് പറയുന്ന റിസൾട്ടിനെ നമ്മൾ എക്സ് എന്ന് പറയുന്ന ലൊക്കേഷനിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടിയാണ് മൂവ് എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് 2 അഡ്രസ് ഫോർമാറ്റ്. ഇനി അടുത്തതാണ് 1 അഡ്രസ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. 1 അഡ്രസ് ഇൻസ്ട്രക്ഷൻസ് യൂസ് ആൻ ഇംപ്ലൈഡ് അക്യുമുലേറ്റർ രജിസ്റ്റർ ഫോർ ഓൾ ഡേറ്റ മാനിപ്പുലേഷൻ. നമ്മൾ ആദ്യമേ ഇതിന് മുമ്പുള്ള ഒരു സെക്ഷൻ പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു സിംഗിൾ അക്യുമുലേറ്റർ യൂസ് ചെയ്യുന്ന കേസിലാണ് നമ്മൾ 1 അഡ്രസ് യൂസ് ചെയ്യുന്നത്. ജനറൽ രജിസ്റ്റർ ഓർഗനൈസേഷനകത്താണ് നമ്മൾ 2 അഡ്രസ്സും 3 അഡ്രസ്സും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അക്യുമുലേറ്റർ എന്ന് പറയുന്ന പ്രോസസർ രജിസ്റ്റർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ 1 അഡ്രസ് ആണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെയും നമ്മൾ എക്സാമ്പിൾ ആയിട്ട് അതേ എക്സ്പ്രഷൻ തന്നെ എടുക്കുന്നു. അത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് 1 അഡ്രസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം നോക്കുക, 1 അഡ്രസ് വരുമ്പോൾ എന്താണ് പ്രത്യേകത? നമ്മുടെ ഇൻസ്ട്രക്ഷൻസിനകത്ത് ഒറ്റ ഒരു അഡ്രസ് മാത്രമേ നമ്മൾ സ്പെസിഫൈ ചെയ്യത്തുള്ളൂ. അത് നമ്മുടെ ഓപ്പറാൻഡിന്റെ അഡ്രസ് ആയിരിക്കും സ്പെസിഫൈ ചെയ്യുന്നത്. അക്യുമുലേറ്റർ എന്ന് പറയുന്ന രജിസ്റ്ററിന്റെ അഡ്രസ് നമ്മൾ അവിടെ സ്പെസിഫൈ ചെയ്യാറില്ല. ഒന്നാമത്തെ കമാൻഡ് ലോഡ് എ, അതായത് എ എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനകത്തെ കണ്ടന്റ് AC എന്ന് പറയുന്ന അക്യുമുലേറ്ററിലോട്ട് ലോഡ് ചെയ്യുന്നു. രണ്ടാമത്തെ കണ്ടന്റ് ആഡ് ബി, അതായത് ബി എന്ന് പറയുന്ന മെമ്മറിക്കകത്ത് കിടക്കുന്ന കണ്ടന്റ് അക്യുമുലേറ്ററിലുള്ള കണ്ടന്റുമായിട്ട് ആഡ് ചെയ്ത് ആ റിസൾട്ടിനെ നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യുന്നു? അക്യുമുലേറ്ററിനകത്ത് തന്നെ സ്റ്റോർ ചെയ്യുന്നു. അടുത്തത് സ്റ്റോർ ടി. അവിടെ എന്താ സംഭവിക്കുന്നത്? അക്യുമുലേറ്ററിനകത്തുള്ള കണ്ടന്റിനെ നമ്മൾ ടി എന്ന് പറയുന്ന ലൊക്കേഷനിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അടുത്തത് ലോഡ് സി. സി എന്ന് പറയുന്ന ലൊക്കേഷനിൽ കിടക്കുന്ന കണ്ടന്റിനെ നമ്മൾ അക്യുമുലേറ്ററിലോട്ട് ലോഡ് ചെയ്യുന്നു. അടുത്തത് ആഡ് ഡി. ഡി എന്ന് പറയുന്ന ലൊക്കേഷനിലുള്ള കണ്ടന്റും അക്യുമുലേറ്ററിനകത്ത് ഇപ്പമുള്ള കണ്ടന്റും തമ്മിൽ ആഡ് ചെയ്ത് അക്യുമുലേറ്ററിനകത്ത് തന്നെ സ്റ്റോർ ചെയ്യുന്നു. അടുത്തത് മൾട്ടി, അതായത് ടി എന്ന് പറയുന്ന ലൊക്കേഷനകത്ത് കിടക്കുന്നത്. ടി എന്ന് പറയുന്ന ലൊക്കേഷനകത്ത് എന്തുണ്ട്? നമ്മുടെ ഇവിടം വരെയുള്ള റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ടും അക്യുമുലേറ്ററിനകത്തുള്ള വാല്യൂവും തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ആ വാല്യൂവിന് നമ്മൾ അക്യുമുലേറ്ററിനകത്ത് തന്നെ സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള റിസൾട്ട് കിട്ടി. ആ റിസൾട്ടിൽ നമ്മൾ ഏത് ലൊക്കേഷനോട്ട് സ്റ്റോർ ചെയ്യണം? എക്സ് എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനോട്ട് സ്റ്റോർ ചെയ്യണം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അക്യുമുലേറ്ററിനകത്ത് കിട്ടിയിരിക്കുന്ന റിസൾട്ടിനെ നമ്മൾ എക്സ് എന്ന് പറയുന്ന ലൊക്കേഷനിലോട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്നു. ഇത്രയാണ് 1 അഡ്രസ്സിനകത്ത് തന്നിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ എല്ലാം നോക്കുക, ഒരു ഓപ്പറാൻഡിന്റെ അഡ്രസ് മാത്രമേ ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ളൂ. അക്യുമുലേറ്റർ എന്ന് പറയുന്ന പ്രോസസർ രജിസ്റ്ററിന്റെ അഡ്രസ് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് 1 അഡ്രസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് 0 അഡ്രസ്. 0 അഡ്രസ് ആകുമ്പോൾ എങ്ങനെയായിരിക്കും? ഒരു അഡ്രസ് പോലും നമ്മുടെ ഇൻസ്ട്രക്ഷൻസിനകത്ത് സ്പെസിഫൈ ചെയ്യത്തില്ല. ഓപ്പറാൻഡിന്റെയോ അല്ലെങ്കിൽ പ്രോസസർ രജിസ്റ്ററിന്റെയോ ഒരു അഡ്രസ് പോലും നമ്മൾ സ്പെസിഫൈ ചെയ്യത്തില്ല. എ സ്റ്റാക്ക് ഓർഗനൈസ്ഡ് കമ്പ്യൂട്ടർ ഡസ് നോട്ട് യൂസ് ആൻ address field for the instructions add and mul. The push and pop instructions, however, need an address field to specify the operand that communicates with the stack. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു, സ്റ്റാക്ക് ഓർഗനൈസേഷൻ വരുമ്പോഴാണ് നമ്മൾ സാധാരണയായിട്ടും 0 അഡ്രസ് യൂസ് ചെയ്യാറ്. 0 അഡ്രസ്സിന്റെ മീനിങ് എന്താ? നമ്മുടെ ഇൻസ്ട്രക്ഷനകത്ത് ഓപ്പറാൻഡിനെ നമ്മൾ ഒരു അഡ്രസ് പോലും യൂസ് ചെയ്തിട്ടല്ല സ്പെസിഫൈ ചെയ്യുന്നത്. സ്റ്റാക്കിനകത്ത് വരുന്ന 2 ഓപ്പറേഷൻസ് ആണ് പുഷും പോപ്പും. അപ്പൊ ഇവിടെ നോക്കുക, നമുക്ക് നേരത്തെ തന്നിരിക്കുന്ന ആ എക്സാമ്പിളിനെ, അതായത് ഈ എക്സാമ്പിളിനെ നമ്മൾ എങ്ങനെയാണ് സ്റ്റാക്ക് യൂസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത്? A+B × C+D എന്നുള്ള എക്സ്പ്രഷനെ. അപ്പൊ ആദ്യമേ നോക്കുക, പുഷ് എ. അതിന്റെ മീനിങ് എന്താണ്? ഇവിടെ TOS എന്ന് പറയുന്നത് ടോപ്പ് ഓഫ്
സ്റ്റാക്ക് ആണ് മീൻ ചെയ്യുന്നത്. പുഷ് എ എന്ന് പറയുമ്പോൾ തന്നെ എ എന്ന് പറയുന്ന ഓപ്പറാൻഡിനെ നമ്മൾ എങ്ങോട്ട് പുഷ് ചെയ്യുന്നു? സ്റ്റാക്കിലോട്ട് ആഡ് ചെയ്യുന്നു. പുഷ് ബി കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബി എന്ന് പറയുന്നതിനെ നമ്മൾ സ്റ്റാക്കിലോട്ട് ആഡ് ചെയ്യുന്നു. ഇപ്പോൾ ആരാണ് സ്റ്റാക്കിന് ടോപ്പിലുള്ളത്? ബി ആണ് സ്റ്റാക്കിന് ടോപ്പിലുള്ളത്. അടുത്തത് ആഡ് എന്ന് പറഞ്ഞ് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ വേറെ ഓപ്പറാൻഡ് ഒന്നും കൊടുത്തിട്ടില്ല. അതിന്റെ മീനിങ് എന്താണ്? സ്റ്റാക്കിന്റെ ടോപ്പിലുള്ള രണ്ട് ഐറ്റംസ് തമ്മിൽ ആഡ് ചെയ്ത് ആ സ്റ്റാക്കിനകത്ത് തന്നെ ആ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നു. ഇനി അടുത്ത് പുഷ് സി. സി എന്ന് പറഞ്ഞ പുതിയൊരു ഓപ്പറാൻഡ് നമ്മൾ ആഡ് ചെയ്യുന്നു. പുഷ് ഡി. ഡി എന്ന് പറഞ്ഞ പുതിയൊരു ഓപ്പറാൻഡ് നമ്മൾ ആഡ് ചെയ്യുന്നു. ആഡ് എന്നാ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ മീനിങ് എന്നാ? സ്റ്റാക്കിന്റെ ടോപ്പിലുള്ള രണ്ട് ഓപ്പറാൻഡ്സ് തമ്മിൽ ആഡ് ചെയ്യുന്നു. ആ റിസൾട്ട് സ്റ്റാക്കിൽ തന്നെ സൂക്ഷിക്കുന്നു. ഇനി മൾ എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. അതായത് മൾട്ടിപ്ലൈ ചെയ്യാന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ നിലവിൽ ഇപ്പൊ നമ്മുടെ സ്റ്റാക്കിനകത്തുള്ള റിസൾട്ടുകൾ ഏതൊക്കെയാണ്? 2 സിയും ഡിയും ആഡ് ചെയ്ത റിസൾട്ടും അതുപോലെ തന്നെ എയും ബിയും ആഡ് ചെയ്ത റിസൾട്ടുമാണ് ഉള്ളത്. അപ്പൊ ആ രണ്ട് ഐറ്റംസ് തമ്മിൽ നമ്മൾ പോപ്പ് ചെയ്തിട്ട് എന്താ അവിടെ ചെയ്തിരിക്കുന്നത്? അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. പോപ്പ് എക്സ്. അപ്പൊ ഇവിടെയാണ് എന്ത് സംഭവിക്കുന്നത്? ഇതുവരെ നമ്മുടെ റിസൾട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാണ്? സ്റ്റാക്കിനകത്ത് തന്നെയാണ് ഈ റിസൾട്ടും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനിയാണ് നമുക്ക് സ്റ്റാക്കിനകത്തെ ഫൈനൽ റിസൾട്ടിനെ എക്സ് എന്ന് പറയുന്ന മെമ്മറി കണ്ടന്റിലോട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മളിവിടെ പോപ്പ് എന്ന് പറയുന്ന ഓപ്പറേഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, ആഡോ മൾട്ടിപ്ലിക്കേഷനോ വരുമ്പോൾ നമ്മൾ ഒരു ഓപ്പറാൻഡിനെ പോലും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ 0 അഡ്രസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ കാറ്റഗറിക്കകത്ത് തന്നെ വരുന്ന ഒരു അഡ്രസ് ആണ് റിസ്ക് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് റിസ്ക് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാല് റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനെ, അതായത് മെമ്മറിയിൽ നിന്നും എപ്പോഴും നമുക്ക് ആവശ്യം വരുന്ന ഇൻസ്ട്രക്ഷനെ നമ്മൾ ഏതെങ്കിലും രജിസ്റ്ററിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ആ വാല്യൂകളെ എന്താ രജിസ്റ്റർ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വീണ്ടും ആ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ നോക്കുക, തന്നിരിക്കുന്ന നമ്മുടെ എക്സ്പ്രഷൻ എക്സ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി. ഇവിടെ റിസ്ക് എന്നുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. ദ ഇൻസ്ട്രക്ഷൻ സെറ്റ് ഓഫ് എ ടിപ്പിക്കൽ റിസ്ക് പ്രൊസസർ ഈസ് റെസ്ട്രിക്റ്റഡ് ടു the use of load and store instruction when communicating between memory and CPU. All other instructions are executed within the registers of the CPU without referring to memory. അതായത് മെമ്മറിയിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ഡേറ്റകളെ എടുക്കുന്ന കേസിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? മെമ്മറിയിൽ നിന്നും ഡേറ്റ എടുത്ത് നമ്മൾ ഏതെങ്കിലും രജിസ്റ്ററിനകത്ത് കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കുന്നു. നമുക്ക് ഇനി എപ്പോഴാണോ ആ ഡേറ്റകളെ വീണ്ടും ആവശ്യം വരുന്നത് അപ്പോഴെല്ലാം നമ്മൾ വീണ്ടും മെമ്മറിയിൽ പോയി ആക്സസ് ചെയ്യാതെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന രജിസ്റ്ററിനെ ആയിരിക്കും നമ്മൾ ആക്സസ് ചെയ്യുന്നത്. അപ്പൊ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ റിസ്ക് എന്ന് പറയുന്ന ഒരു സെറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കുക, എ എന്നും ബി എന്നും സി എന്നും പറയുന്ന 3 ലൊക്കേഷനുകളിൽ 3 വാല്യൂസ് ഉണ്ട്. ആ 3 വാല്യൂസിനെ നമ്മൾ R1, R2, R3 എന്ന് പറയുന്ന രജിസ്റ്ററുകളിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ലോഡ് എന്ന് പറയുന്ന ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട്, 4 വേരിയബിൾസിനെ ലോഡ് എന്ന് പറയുന്ന ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട്. ഇനി ഇവിടെ അടുത്തതായിട്ട് വരുന്ന ഓപ്പറേഷൻ ആണ് ആഡും മൾട്ടിപ്ലിക്കേഷനും. ഇപ്പൊ ഇവിടെ നോക്കുക, രജിസ്റ്റേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഓപ്പറേഷൻസ് എല്ലാം വർക്ക് ചെയ്യുന്നത്. അല്ലായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമായിരുന്നു? ഓരോ തവണയും എ എന്നും ബി എന്നും സി എന്നും ഡി എന്നും പറയുന്ന മെമ്മറി ലൊക്കേഷനിൽ പോയി ആക്സസ് ചെയ്തിട്ട് വേണം ഓരോ ഓപ്പറേഷൻ പെർഫോം ചെയ്യാനായിട്ട്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസ്ട്രക്ഷന്റെ എക്സിക്യൂഷൻ സ്പീഡിനെ ഡിലേ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അവസാനത്തെ റിസൾട്ടിനെ മാത്രമാണ് മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പൊ സ്റ്റോർ എന്നും ലോഡ് എന്നും പറയുന്ന 2 ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ മെമ്മറിനെ ആക്സസ് ചെയ്യുന്നത്. അല്ലാതെയുള്ള ഓപ്പറേഷൻസ് എല്ലാം നമ്മൾ രജിസ്റ്റർ വെച്ച് തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും മെമ്മറിനെ ആക്സസ് ചെയ്യുന്നത് നമ്മുടെ ഇൻസ്ട്രക്ഷന്റെ എക്സിക്യൂഷൻ എഫിഷ്യൻസി കുറയ്ക്കുന്നത് കൊണ്ടാണ് നമ്മൾ റിസ്ക് എന്ന് പറയുന്നൊരു കാറ്റഗറി യൂസ് ചെയ്ത് ഇൻസ്ട്രക്ഷന്റെ അളവ് കുറച്ചിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് റിസ്ക് എന്ന് പറയുന്ന കാറ്റഗറി. ഇത്രയുമാണ് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റിനകത്ത് വരുന്ന കാര്യങ്ങൾ.